കാര്യം മതി ആത്മഹത്യയിലേക്ക് പോവാൻ. ഈ ആത്മഹത്യയുടെ അപകടം എന്താ? നമ്മുടെ ജീവൻ നമുക്ക് സ്വന്തം ഒരു ജീവൻ ഉണ്ടാക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ ദാനമല്ല ജീവൻ. ഈ ജീവന്റെ മേൽ കൈവെക്കാൻ മനുഷ്യന് അവകാശമില്ല. ഈ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യനെ എങ്ങോട്ടാ പോകുന്നത്? സ്വയം മനസ്സാലെ പിശാചിന്റെ അടിമത്തത്തിലേക്ക്, നരകത്തിലേക്ക് സ്വന്തം മനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ആത്മാവിന്. ആത്മഹത്യ എത്ര അപകടമാണെന്നറിയാം. എന്റെ ഒരു സുഹൃത്തുണ്ട്, രാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ വയനാട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ, സാമൂഹ്യ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന വളരെ നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം LIC ഏജൻസിയാണ്. അദ്ദേഹം ഇങ്ങനെ സജീവമായി പ്രവർത്തിക്കും. എന്റെ സുഹൃത്താണ്. ഒരിക്കല് പുള്ളിനെ പറഞ്ഞ് ഫോട്ടോയ്ക്ക് ധ്യാനത്തിന് വിട്ടു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കുറെ ദിവസം ബഹുമാനപ്പെട്ട സൈമൺ വള്ളപ്പള്ളിയച്ചൻ വയനാട് തലയാട് ഇടവകയിൽ ഇരിക്കപ്പെട്ട. അപ്പോൾ ഈ രാജൻ എന്ന ചെറുപ്പക്കാരൻ രാത്രി ഒരു 8 മണി രാത്രിയായപ്പോൾ വയനാട് പള്ളിയുടെ ആനവാതിൽ അടിച്ച് കൈകൊണ്ട് അടിച്ച് അലറി കരയുകയാണ്. അലറി കരഞ്ഞ് അവൻ പോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന വാർത്ത ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ അത്ര സ്നേഹിച്ച വളരെ സുഹൃത്തായിരുന്നു ചെറുപ്പക്കാരൻ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു പ്രഭാതത്തിലെ വാർത്തയാണ്. എന്റെ മനസ്സ് വളരെയേറെ സങ്കടപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്നാല് നമുക്കറിയാം, നമ്മളെല്ലാം മരിച്ചതിന് ശേഷം 41 ആണ്ടൊക്കെ ആചരിക്കുമല്ലോ. ആ സമയത്ത് വയനാട് മാസത്തില് ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുന്ന പതിവുണ്ട്. അപ്പോഴ് ഈ പ്രാർത്ഥനയുടെ ദിനങ്ങളിലെല്ലാം ഒരു ദിവസം, അതായത് ഈ രാജന്റെ ആണ്ട് വരികയാണ്. ആണ്ടിന്റെ തലേന്ന് രാത്രി ഞാനൊരു ദർശനം കാണുകയാണ്. ആ ദർശനം ഇപ്രകാരമാണ്. 2 കറുത്ത തടിമാടന്മാരായ 2 മനുഷ്യര് ഈ രാജന്റെ കയ്യിലും കാലിലും ചങ്ങലകളാൽ ബന്ധിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, രാജാ, നീ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അവന്റെ മുഖമോ വിഷാദമായി മ്ലാനമതമായി ഇരിക്കുകയോ അവന്റെ മുഖം. അപ്പോൾ ഞാൻ ഈ രാജനോട് ചോദിച്ചു, നീ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എന്താണ് അതിന്റെ കാരണം? അവൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ കൂടെയുള്ള